അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിർസത്ത മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്ക് പറയുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയ ജംഅ് കസ്ർ എന്നുള്ളതായിട്ടിക്കട്. നിങ്ങളെ കൂട്ടത്തിലുള്ള ചമ്മ ആൾമാറും ഈ കാലഘട്ടത്ത് ടൂർ പോയോണ്ടിക്കിற ആൾമാറായിട്ടിക്കിറാറ്, യാത്ര പോയോണ്ടിക്കിற ആൾമാറായിട്ടിക്കിടാറ്. എന്തെങ്കിലും കാരണത്താൽ എന്തുമില്ലെങ്കിൽ ഒരു സിയാറത്തുകായെങ്കിലും പോകേണ്ട ആൾമാറായിട്ടിക്കിറാറ് ഈ കാലഘട്ടത്തിൽ യാറാ ഉള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും യൂസ് ആവരനക്കത്തെ ഒരു വിഷയമായിട്ടിക്കറ് ഈ ജംഅ് കസ്ർ ഉള്ളത്. പിർസത്തെ മോമിനിങ്ങളെ, അള്ളാഹു താല ഞങ്ങളെ മേലെ നിസ്കാരം നിർബന്ധാക്കിറ. എന്ത് കാരണവശാലും എന്ത് കാരണം എന്തെങ്കിലും നിസ്കാര ബുടകുള്ള അവകാശം ഞങ്ങൾക്കില്ല. അപ്പം യാത്ര എന്നുള്ളത് അതൊരു ഭാരി കഷ്ടത്തൊരു വിഷയമായിട്ടിക്കട. ഞങ്ങൾ ഔത്തുള്ളത് പോലെ ഉള്ള സുഖ എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് ഔത്തിൽ കിട്ടുന്ന പോലെ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടില്ല. എത്ര പൈസക്കാരായിട്ടെന്തെങ്കിലും ചിലപ്പോൾ ടോയ്ലറ്റിക്ക് തേടനായി വരും, ഫുഡുക്ക് നിറക്കവരനായി വരും, ഉറക്കുക കഷ്ടപ്പെടനായി വരും. അപ്പോൾ ഇതെല്ലാം ഒരു യാത്രയുടെ ഒരു കഷ്ടപ്പാട് അള്ളാഹു താല പ്രത്യേക പരിഗണിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ജംഅ് കസ്ർ എന്നുള്ള ഒരു വലിയ ഒരു വിഷയം ഞങ്ങൾക്ക് അള്ളാഹു താല അലൗഡാക്കി തന്നത് ഞങ്ങൾക്കുള്ളൊരു വലിയൊരു തൗഫീഖായിട്ടിക്കട്. അതുകൊണ്ട് പിർസത്തെ മോമിനിങ്ങളെ, ഈ ജംഅ് കസ്ർ എന്തൊരു മസാല ബേസിക് ആയിട്ടുള്ളതെങ്കിലും ഞങ്ങൾ പഠിക്കുവാനായിട്ട് ഒന്ന് ഇൻട്രസ്റ്റ് ആക്കണം. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ വർഷങ്ങൾക്ക് മുന്നല്ലോ ഈ പണിക്ക് വേണമായിട്ട് ഗൾഫ് പോകണ്ടങ്ങ, അപരൂപത്തിൽ എവിടെയെങ്കിലും യാത്ര പോകണ്ടങ്ങ ആയിട്ട് ഇന്നാറ് പണ്ട് കാലത്തിന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ യാറത്തെ ആൾമാറും ചുത്തകും സിയാറത്തുകളായിട്ട് പോണ്ടങ്ങായിട്ട് കിടാറ്. അപ്പോൾ ഈ ഒരു മസാല എല്ലാവർക്കും യൂസ്ഫുൾ ആയതുകൊണ്ടായിട്ട് ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാൻ തിരഞ്ഞെടുക്കുക. കാരണം പിർസത്തെ മോമിനിങ്ങളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജംഅ് കസ്ർ എന്തിനായിട്ട് ഞാൻ ചൊന്തണ്ടേ? ജംഅ് ചൊന്നെങ്കിൽ രണ്ട് നിസ്കാരം ഒട്ടിക്കാക്കിയിട്ട് ഒരേ ടൈമിൽ നിസ്കരിക്കുന്നതായിട്ട് ജംഅ് ചൊല്ലത്. കസ്ർ ചൊന്നെങ്കിൽ 4 റക്അത്തുള്ള ഏതെല്ലാം നിസ്കാരം ഉണ്ടാ അതിലെല്ല 2 റക്അത്താക്കിയിട്ട് നിസ്കരിക്കുന്നതായിട്ട് കസ്ർ എന്നും ചൊല്ലത്. കസ്ർ ചൊന്ന പദത്തെ അർത്ഥ ഷോർട്ടാക്കിട്ടായിട്ടിക്കട്, ജംഅ് ചൊല്ല പദത്തെ അർത്ഥ ഒട്ടിക്കാക്കിട്ടായിട്ടിക്കറ്. അപ്പോൾ ലുഹുറും അസ്റും നമുക്ക് ഒട്ടിക്കാക്കി നിസ്കരിക്കാം, മഗ്രിബും ഇശാവും നമുക്ക് ഒട്ടിക്കാക്കി നിസ്കരിക്കാം, സുബഹി അത് വേറമേ നിസ്കരിക്കണു ಗೊತ್ತಾಯ್ತല്ലേ. അപ്പോൾ ലുഹുറും അസ്റും നിസ്കരിക്കാം. അപ്പോൾ ഓർത്തുകൊരു ഡൗട്ട്, അസ്റും മഗ്രിബും ഒട്ടിക്കാക്കി നിസ്കരിക്കുമോ? അത് ഒട്ടിക്കാക്കി നിസ്കരിക്കുകയില്ല. ഒട്ടിക്കാക്കി നിസ്കരിക്കുന്ന നിസ്കാരം ഏതല്ല ചെന്നെങ്കിൽ ലുഹുറും അസ്റും അതായിട്ടിക്കറ് പരസ്പരം ഒട്ടിക്കാക്കി നിസ്കരിക്കണമായത്. ഇശാവും മഗ്രിബുമായിട്ടിക്കട്. നമുക്ക് ഇപ്പം ഞാനുള്ളത് ലുഹുറിൻ്റെ ടൈമിലായിട്ടിക്കട്. നമുക്ക് വേണമെങ്കിൽ ഈ ലുഹുറിൻ്റെ ഒട്ടിക അസ്റും ഈ ലുഹുറിൻ്റെ ടൈമിലേ നിസ്കരിക്കാം. ಇದಕ್ಕೆ ಚೊಲ್ಟೆ ಜಮ್ಮ ಕರೆಂಟ್ ಒಂದೈತಲ್ಲೇ. അല്ലെങ്കിൽ നമുക്ക് മഗ്രിബ് എന്താക്കാം, ഇശാഗ് പിന്തിച്ചിട്ട് നിസ്കരിക്കാം. ഇശ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഞാനൊരു യാത്രയിലുള്ള ഒരു ട്രെയിനിലുള്ള മഗ്രിബിൻ്റെ ടൈമിലും നമുക്ക് എവിടെ നിസ്കരിക്കുക സൗകര്യമാവില്ല. അപ്പം നമുക്ക് എന്താക്കാം, ഈ മഗ്രിബ് ഇശാഗ് പിന്തിക്കാം ഇഷാറ്. പക്ഷെ നീയത്ത് മഗ്രിബിൻ്റെ ടൈമിലേ വെക്കണം. ഞാൻ ഈ പിന്തിക്കിற എൻ്റെ നിസ്കാറാന്ന് ചൊല്ലുന്ന നീയത്ത് അത് മഗ്രിബിൻ്റെ ടൈമിലേ ഞാൻ വെക്കണം. ഇഷാറ് ടൈമിൽ നമുക്ക് നിസ്കരിക്കാം. എങ്ങനെ നിസ്കരിക്കണോ ಅದರ നീയത്ത് ഞാൻ ചൊല്ലുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നിസ്കാര ആറുകളിൽ അനുവദനീയ ഈ ജംഅ് കസ്ർ ഉള്ളത് ഞാൻ ചൊല്ലുന്നുണ്ട്. 132 കിലോമീറ്റർ കാണാൻ 6 പോണ്ടാറ് ഒരു യാത്രയിൽ അങ്ങക്ക് അനുവദനീയായ ഒരു അവസ്ഥയായിട്ട് ജംഅ് കസ്ർ. അതും യാത്ര എന്ത് യാത്ര ആവണോ? ഹലാലായ യാത്ര ആവണോ, എന്തെങ്കിലും അള്ള പൊരുത്തപ്പെട്ട കാര്യത്തുള്ള യാത്ര ആവണോ. അള്ളാഹു ഹറാമാക്കിയ എന്ത് കാര്യത്തുള്ള യാത്ര ആയെങ്കിലും ആ യാത്രയിൽ ജംഉം കസ്റും നമുക്ക് അനുവദനീയ അല്ല. നമുക്ക് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഹലാലായ യാത്ര ആവണം. ഉദാഹരണം, എൻ്റെ ജോബുര കാരണത്താൽ ഞാൻ എടുക്കുന്ന മൈശത്തരെ ഒരു ജീവിക്കുകൊള്ളെ ഉപജീവന മാർഗത്തുകൊള്ളെ ഒരു പണിക്ക് വേണമായിട്ട് ഞാനൊരു ബാംഗ്ലൂർക്ക് പോകണ്ടേ എങ്കിൽ നക്ക് ആ ബാംഗ്ലൂർ 300 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നക്ക് ആ യാത്രയിൽ നിസ്കാര ജംഉം കസ്റുമാക്കാം ഒന്നൈതല്ലേ. അതേ ടൈമിലും നക്ക് ഏതാ ഒരു ഹലാലായ ഭാഗത്തിലല്ലാണ്ട് ഹറാമായ ഭാഗത്തിലൂടെ സമ്പാദിക്കുകൊള്ളെ ഒരു ജാഗര പൈസ കട്ടിട്ടെടുത്ത് പറകൊള്ളെ ഒരു അവകാശം നക്കുണ്ട്. ഒരാൾ ചൊന്നൊരു ഇന്ന ജാഗ പൈസ ഉണ്ട്, നിങ്ങൾ പറു എടുത്തോണ്ട് പോറോ, അത് കട്ടിട്ടെടുക്കലായിട്ടിക്കട്. അങ്ങനെയെങ്കിൽ ആ പോക്കിൽ ഞാൻ എൻ്റെ നിസ്കാര ജമ്മും കസറാക്കി ചെന്നെങ്കിൽ അതിന് ഇസ്ലാമിൽ അവകാശം ഇല്ല. അപ്പം ഹലാലായ യാത്ര ആവണോ 132 കിലോമീറ്റർ കാണാൻ യാറ ഇക്കണോ. ഇന്നെങ്കിൽ മാത്രമേ ജമ്മാക്കറ് കസറാക്കറ്. എന്നെ ಅದರ ನೀಯತ್ತು ಚೊಂದುತಂಡ. ಇಪ್ಪ ನಾನು ലുഹുർ നിസ്കാരം ലുഹുർ ബാങ്ക് കൊടുത്തിട്ടു. ഒരു 12:30 ലുഹുർ ബാങ്ക് കൊടുത്തിട്ടു. ഞാൻ ഒരു 12:35 നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കുക? എൻ്റെ ഔത്തര ഞാൻ ಬಿಡೋನು ಫಸ್ಟ್
നണ്ടാക ഇപ്പോൾ ഉള്ളാളത്ത് കോട്ടേപ്പുറായിട്ട് നണ്ടാക ഉള്ളത് എങ്കിൽ കോട്ടേപ്പുറ ചൊല്ലുടെ റായത്തെ ആ ഒരു ബോർഡർ ഉണ്ടല്ലേ കോട്ടേപ്പുറാണ്ട് ചൊല്ലുടെ റായ ആ റായ നാണ് ബുടണു നണ്ട റായ ബുടണു ബുട്ടിട്ട് ഇപ്പുറത്തെ റായത്ത് പറഞ്ഞു ബന്നെങ്ക് ആ റായത്തിലുള്ള പള്ളിക്ക് പത്തിട്ട് നക്ക് ഈ ജമ്മും കസറാക്കിട്ട് നിസ്കരിക്കാം നണ്ട ഔത്തുലേ നക്ക് ജമ്മും കസറാക്കി നിസ്കരിക്കാൻ ചെന്നെങ്കിൽ അത് നടക്കുന്ന വിഷയമല്ല നണ്ട കറിയ നണ്ട ആ റായത്തെ ബോർഡർ ನಾನು ബുട്ടിട്ട് ഇപ്പുറത്തെ റായത്തേക്ക് പറഞ്ഞു വന്നിട്ട് അഞ്ഞത്തെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടതായിട്ടിരിക്കുന്നത് അപ്പോൾ ആ റായത്തിൽ നണ്ട റായത്തിലാവില്ല നണ്ട റായത്തെ ബോർഡർ ബുട്ടിട്ട് പിന്നെ ഉള്ള റായത്തിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് പത്തിട്ട് ഞാൻ നിസ്കരിക്കരേ ഉദാഹരണം ഒരു ഉച്ചക്ക് 2 ಗಂಟೆ ಇತ್ತು ഉച്ചക്ക് 2 ಗಂಟೆ ಅಂಟುള്ളത് നിങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ ಅದು ലുഹുറിന്റെ ടൈമല്ലേ അപ്പമേ നക്ക് അസറും നിസ്കരിക്കുക എങ്ങനെ വെച്ചെന്നെങ്കിൽ ജമ്മും കസറും ആക്കി നിസ്കരിക്കരുത് ഇപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ലുഹുർ ജമ്മാക്കിത്ത് കസറാക്കി അള്ളാഹു താലബേനായിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നീയത്ത് വെക്കണം എങ്ങനെ ലുഹുർ ജമ്മാക്കിത്ത് 4 റക്കാത്ത് 2 റക്കാത്തിൻ്റെ എന്ത് ചൊല്ലണ്ട ലുഹുർ ജമ്മാക്കിത്ത് കസറാക്കിത്ത് അള്ളാഹുബേനായിട്ട് ഞാൻ നിസ്കരിക്കുക ചെന്നിട്ട് ലുഹുർക്ക് ഞാൻ കൈ കെട്ടിട്ട് 2 റക്കാത്ത് നിസ്കരിക്കണം ഈ 2 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ സലാം വീട്ടതുക്ക് മുന്നോളൂ എപ്പോഴാവും കൈ കെട്ടിയതിൽ പിടിച്ചിട്ട് സലാം വീട്ട ഇടക്ക് അസറവും നാണ് ഈ മുന്തിച്ച് ഇതിലൊട്ടിಗೆ ജമ്മാക്കി ഒട്ടികാക്കി നിസ്കരിക്കാനുള്ള നീയത്ത് പറഞ്ഞു അങ്ങനെ ആ നിസ്കാരം ലുഹുർ 2 റക്കാത്ത് നിസ്കരിച്ചിട്ടായ പിന്നെ ഞാൻ എന്താക്കണു എണിച്ചിട്ട് വേറെ പളക്കപരിയോഗം തീരാം അപ്പം പിന്നെ പുറത്ത് പോയിട്ട് പണ്ട് അവിടെ പോയിട്ട് അങ്ങനെ എന്താക്കോ തീരാ എണിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഇക്കാമത്ത് കൊടുക്കൽ സുന്നത്തുണ്ട് ഫസ്റ്റ് ഒരു ബാങ്കനം കൊടുക്കണു അതുപോലെ ഇക്കാമത്ത് കൊടുക്കൽ സുന്നത്തുണ്ട് ഇക്കാമത്ത് കൊടുക്കുക അസർക്ക് വേനായിട്ട് കൈകെട്ടാം നീയത്ത് എന്തിനാ വെക്കണു അസർ ജമ്മാക്കിയിട്ട് കസറാക്കിയിട്ട് ഞാൻ നിസ്കരിക്കുക ചെന്നിട്ട് കൈ കെട്ടിയിട്ട് നിസ്കരിക്കണം അങ്ങനെ 2 റക്കാത്ത് നിസ്കരിക്കലോടെ ലുഹുറുമായിട്ട് അസറുമായിട്ട് ഇനി അസറിന്റെ ടൈമിൽ നിസ്കരിക്കണമെന്നില്ല മഗ്രിബിക്ക് എങ്ങനെ നീയത്ത് വെക്കണം വെച്ചാൽ ഞങ്ങൾക്ക് മഗ്രിബും ഇശാവും ജമ്മാക്കി നിസ്കരിക്കണമെങ്കിൽ മഗ്രിബ് 3 റക്കാത്താക്കിയിട്ട് മഗ്രിബ് ജമ്മാക്കിയിട്ട് അള്ളാഹു താലബേനായിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നീയത്ത് വെക്കാം അവിടെ കസറിന്റെ നീയത്ത് വെക്കോ ഇല്ല കാരണം 3 റക്കാത്തുള്ള മഗ്രിബ് ഷോർട്ടാക്കി ജണ്ടാക്കാവില്ല 3 നിസ്കരിക്കണം അപ്പോൾ മഗ്രിബ് ഞാൻ നിസ്കരിക്കണം ഇശാരും ഞാൻ ഇതിലൊട്ടിಗೆ നിസ്കരിക്കണമെങ്കിൽ ഞാൻ എന്തിനാക്കണം ഈ കൈ കെട്ടിട്ട് ഞാൻ ഇശാ ജമ്മാക്കിയിട്ട് അള്ളാഹു താലബേനായിട്ട് നിസ്കരിക്കാൻ കൈ കെട്ടിട്ട് സലാം വീട്ട് ആ മഗ്രിബ് നിസ്കാര സലാം വീട്ടതുക്ക് മുന്നലായിട്ട് ഇശായും ഞാൻ ഇത് ജമ്മാക്കി നിസ്കരിക്കാനായിട്ട് നീയത്ത് വെക്കണം അങ്ങനെ മനസ്സിൽ പറഞ്ഞു നീയത്ത് അങ്ങനെ മഗ്രിബ് 3 റക്കാത്ത് സലാം വീട്ടിയ പിന്നെ എണിച്ചിട്ട് ഇശാ ജമ്മാക്കിയിട്ട് കസറാക്കിയിട്ട് അതായത് ഇശാ മുന്തിച്ച് ജമ്മാക്കിയിട്ട് ഇശായുടെ ടൈമിലല്ല മഗ്രിബിലല്ലേ ഞാൻ നിസ്കരിച്ചുകൊണ്ടുള്ളത് അതുകൊണ്ട് ഇശാ മുന്തിച്ചിട്ട് ജമ്മാക്കിയിട്ട് കസറാക്കിയിട്ട് അള്ളാഹു താലബേനായിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നീയത്ത് വെച്ചിട്ട് 2 റക്കാത്ത് നിസ്കരിക്കലോടുകൂടെ ഞാൻ ഇശാ നിസ്കാരം മഗ്രിബ് ടൈമിലായിട്ട് നമുക്ക് പിന്നെ പൂർത്തിയായിട്ട് പിന്നെ ഇശാ ബാങ്ക് കൊടുത്ത പിന്നെ നിസ്കരിക്കണമെന്നില്ല ഇത് ഇനി നിസ്കാരത്തെ പിന്തിച്ച് നിസ്കരിക്കുക ഉദാഹരണം ലുഹുറിന്റെ ടൈമിൽ ഞാൻ നിസ്കരിക്കില്ല ലുഹുർ അസർ ടൈമിലായിരിക്കും നിസ്കരിക്കുക ഞാനൊരു 12 ಗಂಟೆಗೆ ട്രെയിൻ പത്തി ഇങ്ങനെ പോയ അസർ 5:30 ಗಂಟೆ ആകുമ്പോൾ ഞാൻ ഇലിരെ ട്രെയിനിൽ അപ്പം ഞാൻ എന്തിനാക്കണു ലുഹുറിൻ്റെ കൂടെ എനിക്ക് കിബില ഒത്തു വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ നിസ്കരിക്കുക ആയില്ല അപ്പം ഞാൻ എന്താക്കണം അസർക്ക് പിന്തിക്കണം എൻ്റെ നിസ്കാരത്തിൽ ലുഹുറോ എങ്ങനെ പിന്തിക്കനായത് ഏത് ടൈമിലായിട്ടിക്കണോ ഈ ലുഹുറിന്റെ ബാങ്ക് കൊടുത്തിട്ട് അസർ ബാങ്ക് കൊടുക്കുന്ന ഇടയിലുള്ള ലുഹുറിന്റെ ടൈമില്ലേ ആ ലുഹുറിന്റെ ടൈമിലേ ഞാൻ എന്താക്കണം എൻ്റെ മനസ്സിൽ നീയത്ത് പറഞ്ഞു എൻ്റെ ലുഹുറിനെ ഞാൻ അസർക്ക് പിന്തിച്ചാണ്ട് എന്നിട്ട് അസർ നിസ്കാരത്തേക്ക് നമുക്ക് നിസ്കരിക്കുക സൗകര്യം ജാഗ്യ എത്തുമ്പോൾ ഞങ്ങൾ നിസ്കരിക്കരല്ലേ അപ്പം എന്താണ് നീയത്ത് വെക്കണു ഇഷാ അസർ ലുഹുർ ജമ്മാക്കിയിട്ട് കസറാക്കിയിട്ട് അള്ളാഹുബേനായിട്ട് നിസ്കരിക്കാനായിട്ട് നീയത്ത് വെക്കണം നീയത്ത് കൈകെട്ടും നീയത്ത് വെച്ചിട്ട് 2 റക്കാത്ത് നിസ്കരിക്കണം സലാം വീട്ടർക്ക് മുന്നല്ലോ അസറിനെ ഞാൻ ഇതിലൊട്ടിಗೆ ജമ്മാക്കി നിസ്കരിക്കാനായിട്ട് നീയത്ത് പറയണം ഈ അസറിനെ ഞാൻ ഇതിലൊട്ടിಗೆ ആക്കാനായിട്ടുള്ള നീയത്ത് തലയിൽ പറയണം അങ്ങനെ വന്നിട്ട് അത് സലാം വീട്ടിയ പിന്നെ എണിച്ചിട്ട് അസർ ജമ്മാക്കി കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ നെയ്യത്ത് വെച്ച് അങ്ങ് പോയി മഗ്രിബും അങ്ങനെ മഗ്രിബിന്റെ ടൈമിൽ നിസ്കരിക്കില്ല അപ്പോൾ ഇശാക്ക് പിന്തിക്കാം പക്ഷേ ഇശാ പിന്തിക്കണമെങ്കിൽ നെയ്യത്തപ്പം വെക്കണോ ഞാൻ ഇശാ പിന്തിക്കേണ്ടത് അത് മഗ്രിബിന്റെ ടൈമിലേ വെക്കണം ഇശായുടെ ടൈമിലും എണിച്ചിട്ട് ഇശാ ബാങ്കുകളിലെ കഴിഞ്ഞ പിന്നെ ഇശായുടെ ടൈമിലും മഗ്രിബ് 3 റക്കാത്ത് ജമ്മാക്കിയിട്ട് അള്ളാഹു താലബേനായിട്ട് നിസ്കരിക്കാനായിട്ട് നെയ്യത്ത് വെച്ച് കൈ കെട്ടിയിട്ട് അങ്ങനെ നിസ്കരിക്കണം സലാം വീട്ടതുക്ക് മുന്നോട്ട് ഇശായിരനാണ് ഇതിലൊട്ടിക്ക് ജമ്മാക്കിരാണ്ട് ചൊത്തുന്നുണ്ട് തലയിൽ നെയ്യത്ത് പറഞ്ഞു അങ്ങനെ എണിച്ചിട്ട് ഇശാവും നിസ്കരിക്കണം ഇശാ ജമ്മാക്കിയിട്ട് കസറാക്കിയിട്ട് അള്ളാഹു താലബേനായിട്ട് ഞാൻ നിസ്കരിക്കുക ചെന്നിട്ട് ഞങ്ങൾ നീയത്ത് വെച്ചിട്ട് നിസ്കാരം പൂർത്തിയാക്കണം ഇതായിട്ട് നിസ്കാരത്തെ ക്രമം എന്തും ഇല്ല ജമ്മാക്കി കസറാക്കി നിസ്കരിക്കുന്നു ചൊന്ന് 4 റക്കാത്തുള്ളതുക്ക് നീയത്ത് വെക്കുക ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെച്ചങ്ങ് മയ്യാവും 2 നിസ്കാരം ഒട്ടിക്ക് നിസ്കരിക്കുമ്പോൾ ഫസ്റ്റ് നിസ്കരിച്ച നിസ്കാരത്തിൽ നീയത്ത് പറഞ്ഞു എന്തരേ നെക്സ്റ്റ് ഉള്ള നിസ്കാരം ഞാൻ ഒട്ടിക്കാക്കേണ്ടതുള്ളത് ഇത്രമേ സിമ്പിൾ
ಅಂತೈತಲ್ಲ. ಇನಿ ಒಂದು ಮಸಾಲಂ ಕೂಡಿ ಬಾಕಿ ಉಂಟು ಎಂದರೆ പോകുമ്പോൾ ഞങ്ങളെ കറിയ ഞങ്ങളെ റായത്തെ ബോർഡർ ಬಿಡೋನು ನಾ ಚೊನ್ನೆ ರಿಟರ್ನ್ ಬರಂಬೋ ഒരു മസാലത്തിലൊരു ചേഞ്ചസ് ഉണ്ട് എന്താ വെച്ചാൽ ഇത് ചെന്നാൽമാരെ ഗൊಂತಿಲ್ಲ നിർത്തിയത് തപ്പായിട്ടിക്കണ ഈ മസാല എന്താ വെച്ചാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഫലും അതുപോലെ ഹാഷിയത്തുൽ ഇദാലുള്ള നമുക്ക് പഠിപ്പാട്ടിയുണ്ടുണ്ട് എന്ന് വെച്ചെന്നെങ്കിൽ റിട്ടേൺ ബറുമ്പോൾ ನಾನು ನನ್ನ ರಾಯತ್ತಿಗೆ ಎತ್ತಿರೋದು ರಿಟರ್ನ್ ಬರುമ്പോൾ ನನ್ನ ರಾಯತ್ತಿಗೆ ಎತ್ತಿರೋದು ಆಸರ್ 5:30 ಗಂಟೆಗೆ ಟಿಕೆಟ್ ಅರ್ಥ ಆಯ್ತಾ ಯಾತ್ರ ಎಲ್ಲ പോയിട്ട് ರಿಟರ್ನ್ ಬಂದದು ರಾಯತ್ತಿಗೆ ಎತ್ತದು ಅಸರ್ 5:30 ಗಂಟೆಗೆ അപ്പം ನಾನು ಎಂದ್ರು ಹಾಕೋಣ അവിടെ ചൊന്നെങ്കിൽ ലുഹറും അസറും അല്ല ഒട്ടിಗೆ ലുഹുറിന്റെ ടൈമിൽ ನನ್ನ നിസ്കാരം ನಾನು ലുഹുർ നിസ്കരിച്ചിട്ടില്ല ನಾನು അസർക്ക് പിന്തിച്ചിട്ട് ಬಂಡ ತಿರ್ಲಿ ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കണല്ലേ ನಾನು നിസ്കരിച്ചില്ല ಅವತ್ತು ಎಚ್ಚು പിന്നെ ನೆನಪಾಯ್ತು ಅಲ್ಲ ನಾನು ലുഹുർ നിസ്കരിച്ചിട്ടില്ലല്ലേ അപ്പം നക്ക അവിടെ ജമ്മും കസറും ആക്കി നിസ്കരിക്കാ എന്തേ കാരണം ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് ലുഹുറും അസറും അല്ലേ അസർ രണ്ടാമത്തെ നിസ്കാരം ലുഹുർ ഒന്നാമത്തെ നിസ്കാരം ഇവിടെ ജെൻഡർ നിസ്കാരമല്ല ഇവിടെ ഉള്ളേ അപ്പം ലുഹുർ ഒന്നാം അസർ രണ്ടാമത്തെ നിസ്കാരം അപ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ നിസ്കാരം ഉള്ള ടൈമില്ലേ ലുഹുർ നിസ്കാരത്തെ ടൈമു ആ ടൈം ഫുള്ള് ನಾನು യാത്രയിലേ ഉള്ളേ എൻ്റെ റായത്തേക്ക് എത്തിയിട്ടില്ല ನಾನು യാത്രയിലേ ഉള്ളെങ്കിൽ ഒന്നാമത്തെ നിസ്കാരം ഫുള്ളും യാത്ര ടൈമിലേ ഇന്നെങ്കിൽ അപ്പം ഞങ്ങൾക്ക് എന്തൊക്കെ രണ്ടാമത്തെ നിസ്കാരത്തെ ടൈമിലും പിന്തിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരം ജമ്മും കസറുമാക്കിയിട്ട് നിസ്കരിക്കുക അത് ഔത്ത് എത്തിട്ടില്ലെങ്കിലും നമുക്ക് എന്താക്കാം ഞങ്ങൾക്ക് യാത്ര തീന ഹുക്കുമല്ല കാരണം രണ്ട് നിസ്കാരത്തെ ഒന്നാമത്തെ നിസ്കാരം ഫുൾ ടൈമും ഞാൻ യാത്രയിൽ ഇന്നത് കൊണ്ട് യാത്രയുടെ ഹുക്കുമായിട്ടിക്കിട് അപ്പം ഞാൻ ലുഹറും അസറും ജമ്മും കസറും ആക്കി എൻ്റെ ഔത്തേ നിസ്കരിക്കുക പോകുമ്പോൾ അങ്ങനെ ആവില്ല പോകുമ്പോൾ ഞങ്ങളെ റായത്തെ ബോർഡർ വിട്ടിട്ടാവണോ അത് പ്രത്യേകം ഞങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തന്നിട്ടില്ല യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാര എങ്ങനെ ഒന്നെങ്കിൽ യാത്രയിൽ നഷ്ടപ്പെട്ട കഥ ആയത് അല്ലെങ്കിൽ നിസ്കരിക്കണ നിസ്കാരക്കരുത് കിബില ഗൊಂತಿല്ലാത്ത ട്രാസ് കിബില ഗൊಂತಿಲ್ಲ ടൈമർ ബഹുമാനിച്ചിട്ട് ഒരാൾ നിസ്കരിച്ചിട്ട് ട്രെയിനിൽ ജൻറക്കാത്ത് ജമ്മു കസറാക്കിയിട്ട് ജൻറാക്കിയിട്ട് നിസ്കരിച്ചിട്ട് യാത്രയിൽ പക്ഷേ കിബില ഉറപ്പില്ലാത്തത് കൊണ്ട് ആ നിസ്കാരം നിസ്കരിക്കണോ സൗകര്യമായ ജാഗ എത്തുമ്പോൾ അയാൾ റായത്ത് എത്തിയിട്ട് അയാൾ നിസ്കരിക്കരെങ്കിൽ അപ്പം അയാൾ നേരെ നിസ്കരിക്കണം 4 റക്കാത്തായിട്ട് നിസ്കരിക്കണം യാത്രകൾ വെച്ചിട്ടേ ആ നിസ്കാരം നിസ്കരിക്കരുതെങ്കിൽ ജമ്മും കസറും തുള്ള ആ വിഷയം യൂസ് ആക്കാം ഇതായിട്ട് ബേസിക്കായിട്ട് ജമ്മും കസർ വിഷയത്തുള്ള ഒരു ക്ലാസ് ചന്തത് പോലെ പഠിക്കുന്നു അള്ളാഹു നിങ്ങളെ അമാലെല്ലാം നല്ലാക്കി തരട്ടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി